പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് തിരശ്ശീല വീഴും. ഫ്രഞ്ച് തലസ്ഥാനത്ത് നടക്കുന്ന ഗംഭീരമായ സമാപന ചടങ്ങോടെയാണ് കായിക മാമാങ്കത്തിന് കൊടിയിറങ്ങുന്നത്. അമേരിക്കയെ പിന്തള്ളി 40 സ്വർണമടക്കം 91 മെഡലുകളോടെ ചൈന ഒന്നാമതെത്തി. ഒരു വെള്ളിയും 5 വെങ്കലവും അടക്കം 6 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഹരികൃഷ്ണൻ KS ചേരുന്നു. ഹരി, പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് സമാപനം കുറിക്കുമ്പോൾ അമേരിക്കയെ പിന്തള്ളി ചൈന ഒന്നാമതെത്തിയിരിക്കുന്നു. ഇന്ന് വർണ്ണാഭമായ സമാപന ചടങ്ങുകൾ തന്നെയായിരിക്കും പാരീസിൽ അരങ്ങേറുക. വിവരങ്ങൾ. തീർച്ചയായും രോഹിണി, പാരീസിലെ ഒളിമ്പിക്സിന് സമാപനം അടുക്കുമ്പോൾ അമേരിക്കയും ചൈനയും തമ്മിൽ വളരെ ഒരു ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. നിലവിൽ 40 സ്വർണവുമായി ചൈന ഒന്നാമത് നിൽക്കുമ്പോൾ 39 സ്വർണവുമായി തൊട്ട് പിന്നിൽ അമേരിക്ക ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ചൈന ഗംഭീര പ്രകടനം തന്നെയാണ് പാരീസിൽ ഒളിമ്പിക്സിൽ കാഴ്ചവെച്ചെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് ഇനി ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യക്ക് 5 വെങ്കലമടക്കം 1 സിൽവർ അടക്കം 6 മെഡൽ നേട്ടമാണ് പാരീസിൽ നേടാൻ സാധിച്ചത്. കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ 7 മെഡലുകൾ നേടാൻ സാധിച്ചെങ്കിലും ഇപ്രാവശ്യം 1 മെഡൽ കുറവായി 6 മെഡലാണ് ഇന്ത്യക്ക് ഈ ഒളിമ്പിക്സിലുള്ളത്. അതിൽ കൂടുതലും ഷൂട്ടിങ്ങിലാണ്. മനു ബാക്കറാണ് ഇന്ത്യക്ക് വെങ്കല മെഡലുകൾക്കും കൂടുതൽ മെഡലുകൾ നേടിക്കൊടുത്തത്. നീരജ് ചോപ്ര ഇന്ത്യക്ക് സിൽവർ മെഡൽ നേടിയിരുന്നു. ജാവലിൻ ത്രോയിൽ പാകിസ്ഥാനോടാണ് നീരജ് ചോപ്ര പരാജയപ്പെട്ട് നമ്മൾ സിൽവർ മെഡൽ നേടിയത്. ഇന്ന് രാത്രി 12:30 നടക്കുന്ന സമാപന ചടങ്ങോടുകൂടി പാരീസ് ഒളിമ്പിക്സിന് തിരശ്ശീല വീഴും. അതെ, അതോടൊപ്പം ഹരി, നമുക്കറിയാം വിനേഷ് ഫോഗട്ടിൻ്റെ കായിക കോടതിയുടെ വിധി ഇനി വരാനിരിക്കുകയാണ്. വെള്ളി മെഡൽ പങ്കിടണമെന്നുള്ള ആവശ്യമാണ്. അതുകൂടി പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇനി വരുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇത്തവണ ഭാരതം മികച്ച ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് എന്നല്ലേ പറയേണ്ടത്? തീർച്ചയായും വിനേഷ് ഫോഗട്ടിൻ്റെ ഹർജി 13-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആ ഹർജി വന്നതിന് ശേഷമേ നമുക്ക് വിനേഷ് ഫോഗട്ടിന് ഒരു മെഡൽ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ശരീരഭാരത്തിൻ്റെ 100 ഗ്രാം കൂടിപ്പോയതിനാലാണ് അയോഗ്യതയായത്. അപ്പോൾ അതിൽ തന്നെ വെള്ളി മെഡൽ നേടാൻ സാധ്യതയുണ്ട്, വെള്ളി മെഡലിന് അർഹയാണ് എന്ന് തരത്തിലുള്ള വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഒരു മെഡൽ കൂടി നേടാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ സാധിക്കും. എങ്കിലും ഇന്ത്യ പാരീസിൽ ശക്തമായ മത്സരം തന്നെ കാഴ്ചവെച്ചു. നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്ന ഹോക്കിയിൽ നമുക്ക് സ്വർണം നേടാൻ സാധിച്ചില്ലെങ്കിലും ഇപ്രാവശ്യവും വെങ്കല മെഡലുകളോടുകൂടി തന്നെയാണ് ഹോക്കി ടീം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത്. അതുപോലെ തന്നെ നമുക്ക് ഗുസ്തിയിലൊരു അമൻ നമ്മൾക്ക് വെങ്കല മെഡൽ നേടിത്തന്നു. അതുപോലെ തന്നെ നമുക്ക് ജാവലിംഗ് ത്രോയിൽ നമ്മൾ ഗോൾഡ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഭാഗ്യവശാൽ തന്നെ പരിക്കുകൾ ആണ് അവിടെ നീരജ് ചോപ്രയെ അലട്ടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതോടുകൂടി തന്നെ നമുക്ക് വെള്ളി മെഡലോടുകൂടി പാരീസിൽ നിന്നും നീരജ് ചോപ്രയ്ക്ക് മടങ്ങേണ്ടി വന്നു. എങ്കിലും നമ്മൾ ശക്തമായ ഒരു മത്സരം തന്നെ പാരീസിൽ കാഴ്ചവെച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ശരി, പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് തിരശ്ശീല വീഴും. ഫ്രഞ്ച് തലസ്ഥാനത്ത് നടക്കുന്ന ഗംഭീരമായ സമാപന ചടങ്ങോടെയാണ് കായിക മാമാങ്കത്തിന് കൊടിയിറങ്ങുന്നത്. അമേരിക്കയെ പിന്തള്ളി 40 സ്വർണമടക്കം 91 മെഡലുകളോടെ ചൈന ഒന്നാമതെത്തി. ഒരു വെള്ളിയും 5 വെങ്കലവും അടക്കം 6 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും KS ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.